മാഡം ഞാൻ സ്റ്റേഷനിൽ നിന്ന് റസാക്കാം. കാര്യങ്ങളൊക്കെ മാഡം അറിഞ്ഞു കാണുമല്ലോ. അല്ല, ശിവന് മാഡത്തിനോട് എന്തോ പറയണമെന്ന്, അതാ ഞാൻ വിളിച്ചത്. അയാൾ പറയുന്നത് കേൾക്കാനല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത്. കേക്ക് അവനെ എന്റെ കൈ കിട്ടിയിട്ടുണ്ട്. ഇനി അവൻ പുറം ലോകം കാണണമെങ്കിലേ ഞാൻ വിചാരിക്കണം. ആ രീതിയിലാ കേസ് ചാർജ് ചെയ്തിരിക്കുന്നത്. ആ ശരി, ഞാൻ വിളിക്കാം. എന്താണോ, എന്താ ശരിക്കും സംഭവിച്ചേ? സർ, വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡനമാ. ഇവിടെ ഇവൻ ആ പെൺകുട്ടിയുടെ കഴുത്തിൽ താലി വരെ കെട്ടിയിട്ടുണ്ട്. കൊല്ലാനുള്ള ശ്രമമായിരുന്നു. ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ആ കുട്ടി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. ജീവരക്ഷാർത്ഥം ആ പെൺകുട്ടി ഇവന്റെ പരാക്രമങ്ങൾ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. സംഗതി വൈറലാ. സാറിന്റെ ഫോണിലോട്ട് ഞാൻ അയച്ചിട്ടുണ്ട്. സാർ നോക്കിയില്ലായിരുന്നോ? ആ പെൺകുട്ടി വാതിലടച്ചുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത്. ഇല്ലെങ്കിൽ ഇവൻ ആ പെൺകുട്ടിയെ കൊല്ലുമായിരുന്നു. ഇനിയിപ്പോ നീ തലയും താഴ്ത്തി എന്നിട്ട് എന്താടാ കാര്യം? ലോകം മുഴുവൻ നിന്റെ തിരുമോന്ത കണ്ട് ആൾക്കാര് നിന്നെ ഇപ്പോ കൈ കിട്ടിയാ കൊല്ലുമെന്നുള്ള ഒരവസ്ഥയില്ല. നിന്നെ ഒന്ന് പുറത്തേക്ക് ഇറക്കി കിട്ടാൻ കാത്തു നിൽക്കുന്നുണ്ട് ഒരു കൂട്ടം ആൾക്കാര്. എന്തായാലും നിന്റെ സമയം നല്ലത് തന്നെ. ആ ഒരൊറ്റ വീഡിയോ കൊണ്ട് ലോകപ്രശസ്തനായില്ലേ നീ? നീയൊന്ന് തല ഉയർത്തി വെക്കടാ. ആ മുഖത്തെ രക്തം പറ്റിയ അവസ്ഥ ഞാനൊന്ന് കാണട്ടെ. നീ എന്താ കരുതിയത്? മനസ്സ് തകർന്ന് ഞാനിവിടെ ഹരിനാമകീർത്തനം ചൊല്ലി നിൽക്കുവാണെന്നോ? പേടിക്കണം. ഓ, അത് തെറ്റ് ചെയ്തവൻ. ശിവൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ഉത്തമ ബോധ്യമുള്ളിടത്തോളം കാലം ശിവൻ ഈ കേസില് തല കുനിക്കത്തില്ലടാ. ആ രക്തം വാർന്ന മുഖം കാണാൻ നീ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുകയും വേണ്ട. എടാ, ഒരു പെൺകൊച്ചിന്റെ മുഖം അടിച്ച് പൊട്ടിച്ച് ആ അവസ്ഥയിൽ ചോരയിൽ കുളിച്ചു നിന്ന് അവൾ ഈ ലോകത്തോട് വിളിച്ച് പറഞ്ഞത് പിന്നെ എന്താടാ? കളക്ടറെ കിട്ടിയപ്പോ താലി കെട്ടിയ പെണ്ണിനെ കൊല്ലാൻ നോക്കി. അതാടാ പുറത്തെ സംസാരം. നീ കാരണം ജില്ലാ കളക്ടർക്ക് കൂടി സമാധാനത്തോടെ ജോലി ചെയ്യാൻ പറ്റുന്നില്ലല്ലോടാ. നിന്നോട് ഒരല്പം സൗഹൃദം കാണിച്ചു പോയതിന് നീ അവർക്ക് കൊടുത്തിരിക്കുന്നത് 8ന്റെ പണിയാണല്ലോടാ. ഈ ഒരു സംഭവത്തോടെ നീ കളക്ടറുടെ മാനം കൂടി കളഞ്ഞല്ലോ. ഞാനാരെ ഉപദ്രവിച്ചിട്ടില്ല. ഓ, ഞാൻ കാരണം ആർക്കും അപമാനം ഉണ്ടായിട്ടില്ല. പിന്നെ നീ പറഞ്ഞു കേൾക്കുന്നത് അത് സത്യമാവണമെന്നില്ലല്ലോടാ റസാക്കേ. പറഞ്ഞു കേൾക്കുന്നതല്ലോ, സോഷ്യൽ മീഡിയയിലൂടെ തെളിവ് സഹിതം നിന്റെ പരാക്രമങ്ങൾ കാണിച്ചിരിക്കുകയല്ലേ. ഈ കേസിൽ നീ പെട്ടടാ മോനെ. നീ ശരിക്കും പെട്ടു. ഒരാൾക്കും നിന്നെ ഇതിന്ന് രക്ഷിക്കാനാവില്ല. സംശയം ഉണ്ടെങ്കിൽ നീ നിന്റെ രക്ഷയ്ക്കായി എത്തുമെന്ന് നീ വിചാരിക്കുന്ന ആ കളക്ടറെ തന്നെ ഒന്ന് വിളിച്ചു നോക്കാം. എന്താ, നമുക്കൊന്ന് വിളിച്ചു നോക്കിയാലോ? എന്താ പറയുന്നതെന്ന് അറിയാലോ. ലൈനിലുണ്ട്. ഞാൻ സ്പീക്കറിലിടാം. എന്താ പറയുന്നതെന്നറിയാലോ?
കേക്ക്. ഹലോ. ആ മാഡം, ഞാൻ സ്റ്റേഷനിൽ നിന്ന് റസാക്കാം. കാര്യങ്ങളൊക്കെ മാഡം അറിഞ്ഞു കാണുമല്ലോ. അല്ല, ശിവന് മാഡത്തിനോട് എന്തോ പറയണമെന്ന്, അതാ ഞാൻ വിളിച്ചത്. അയാൾ പറയുന്നത് കേൾക്കാനല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത്. കേക്ക്. ഒരു പെൺകുട്ടിയെ, അവൾ ആരോ ആയിക്കോട്ടെ, അമ്മയോ ഭാര്യയോ കാമുകയോ ആരായാലും അവളൊരു സ്ത്രീയാണ്. ഇത്രയും ക്രൂരമായി ഒരാളും ഒരു സ്ത്രീയോടും ചെയ്യരുത്. എന്റെ മുന്നിലാണ് അയാളെ കൊണ്ടുവന്ന് നിർത്തുന്നതെങ്കിൽ ഞാൻ അയാൾക്ക് വിധിക്കുന്ന ശിക്ഷ തൂക്കുകയറായിരിക്കും. സ്ത്രീകളെ ഇത്രയും ക്രൂരമായി ഉപദ്രവിക്കുന്നവരൊന്നും ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ പാടില്ല. റസാഖ്, ഇനി അയാൾക്ക് വേണ്ടി എന്നെ വിളിക്കരുത്. മാഡം മാഡം, ഷോ കട്ടായി പോയല്ലോടാ. നിന്നെ രക്ഷിക്കുമെന്ന് നീ കരുതിയ ജില്ലാ കളക്ടറുടെ വാക്കുകൾ കേട്ടല്ലോ. അപ്പോ ആകെ ഉണ്ടായിരുന്ന ആ വഴിയും അടഞ്ഞു. ഇനിയിപ്പോ ജയിലില് ഗോതമ്പുണ്ടയും തിന്ന് കിടക്കാം നിനക്ക്. നീ ഇത് എവിടത്തെ പോലീസുകാരനാടാ? ജയിലിൽ ഇപ്പോഴും ഗോതമ്പുണ്ടയാണെന്ന് നീ വല്ലപ്പോഴും ജയിലിൽ പോകുന്നവന്മാരോട് പറഞ്ഞാ മതി. ഓ, ജയില് സ്വന്തം തറവാട് പോലെ കരുതുന്നവരുടെ മുന്നില് ഇനി ഇതുപോലുള്ള മണ്ടത്തരങ്ങൾ വിളമ്പരുത്. സുഖഭക്ഷണം, സുഖ ഉറക്കം, പണിയെടുത്താൽ ഇവിടെ കിട്ടുന്നതിനേക്കാൾ നല്ല കൂലി അവിടെ കിട്ടും. എന്തുകൊണ്ടും ഇപ്പോഴത്തെ സാഹചര്യത്തില് പുറത്ത് നിൽക്കുന്നതിനേക്കാൾ നല്ലത് അകത്ത് കിടക്കുന്നതാ. മൂക്കറ്റം വരെ മുങ്ങിത്താന്ന് നിന്നിട്ടും ഒരു തരിമ്പ് പോലും കുറയുന്നില്ലല്ലോടാ നിന്റെ ഈ അഹങ്കാരം. ഇനി ആര് സഹായിക്കുമെന്ന് കരുതിയിട്ടാണോ നീ കിടന്ന് നെകളിക്കുന്നേ? അവന്റെ ഒരു ആ ഫോട്ടോയിലേക്കൊന്ന് നോക്ക് സാറേ. ആ മുഖത്തെ ചിരിയിലുണ്ട് സാറിപ്പ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി. സന്തോഷം, സമാധാനം. സത്യസന്ധനായ ആ സമരനായകന്റെ ഫോട്ടോ പോലീസ് സ്റ്റേഷനിൽ വെച്ചിരിക്കുന്നതേ ഷോയ്ക്കല്ല. വരുന്നവൻ നിരപരാധിയാണെങ്കില് അവൻ നിരപരാധിയായിട്ട് തന്നെ ഇവിടുന്ന് ഇറങ്ങിപ്പോകും. ആ ഒരു വിശ്വാസത്തിൽ ഞാൻ ഇപ്പോഴും പറയുക, എന്നിലൊരു സത്യം ഉണ്ടെങ്കിൽ ആ സത്യം ജയിക്കുക തന്നെ ചെയ്യും. അതിന് ആ മഹാൻ തന്നെയാ എനിക്ക് പ്രചോദനം. ഇനിയും നിനക്ക് മനസ്സിലായില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്നൊരു ബുക്കുണ്ട്, അതൊന്നെടുത്ത് വായിക്ക്. താനേ നിനക്കത് മനസ്സിലായിക്കോളും.